അഭിജിത് ദീപ് കെ ഓടി മറഞ്ഞു. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനും സമര നേതാവുമായിട്ടുള്ള അഭിജിത് ദീപ് കെ ഇന്ന് സമരപ്പന്തലിൽ ഉണ്ടായിരുന്നില്ല. അയാൾ എവിടേക്കാണ് പോയത് എന്നതിനെ കുറിച്ച് വ്യക്തതയുമില്ല. എന്താണ് അഭിജിത് ദീപ് കെ ഇത്തരത്തിൽ ഓടി മറയാനുള്ള കാരണം? അദ്ദേഹം അപ്രത്യക്ഷമാകാനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ സമരക്കാർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാമെന്ന് ഉത്തരവിട്ടു. ആ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ഡൽഹി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാദിത്തത്തിൽ ഒതുങ്ങുന്നതാണ്. അതായത് ദേശീയ നിയമപ്രകാരം ആ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന ആരെ വേണമെങ്കിലും ഡൽഹി പോലീസിന് അറസ്റ്റ് ചെയ്യാം. ഇനി എന്താണ് ദേശീയ സുരക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ അയാളെ സംശയാസ്പദമായ രീതിയിൽ രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടാൽ അയാളെ പിടിച്ച് അകത്തിടാം. എത്ര ദിവസം മുതൽ? 12 ദിവസം മുതൽ 1 വർഷം വരെ ജാമ്യമില്ലാതെ അയാളെ വിചാരണ കൂടാതെ ജയിലിലിടാൻ കഴിയുന്ന നിയമമാണ് ദേശീയ സുരക്ഷാ നിയമം. ആ സുരക്ഷാ നിയമം അനുസരിച്ച് ജന്തർ മന്ദറിൽ കൂടിയിരിക്കുന്ന മുഴുവൻ സമരക്കാരും ആ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് ഈ സമരം തുടങ്ങി വെച്ച ആളും CJPയുടെ സ്ഥാപകനുമായ അഭിജിത് ദീപ് കെ ഇപ്പോൾ ഡൽഹിയിലില്ല. അയാൾ എവിടേക്കാണ് പോയത് എന്നതിനെ കുറിച്ച് വിവരമില്ല. ഇപ്പോൾ അയാളെ വിശ്വസിച്ച് അവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇപ്പോൾ ആകെ ഭീതിയിലാണ്. കാരണം ഈ ദേശീയ സുരക്ഷാ നിയമം ഏത് സമയത്ത് വേണമെങ്കിലും ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ജന്തർ മന്ദറിൽ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവാക്കളെ, സമരക്കാരെ ഏത് സമയത്ത് വേണമെങ്കിലും ഡൽഹി പോലീസിന് അറസ്റ്റ് ചെയ്ത് ദേശീയ സുരക്ഷാ നിയമപ്രകാരം അകത്തിടാം. അകത്ത് പോയി കഴിഞ്ഞാൽ 1 വർഷം വരെ അവിടെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ സമരക്കാർ ഭീതിയിലാണ്. അവരുടെ നായകൻ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ആരാണ് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? SFIക്കാരൊക്കെ അവിടെ കൂടുന്ന മുദ്രാവാക്യം വിളിക്കുന്നു. റഹീം ഒരു വഴിക്കുണ്ട്, ബ്രിട്ടാസ് ഒരു വഴിക്കുണ്ട്, MA ബേബി ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്, വൃന്ദ കരാട്ട് വരുന്നുണ്ട്, ആനി രാജ വന്നു പോകുന്നുണ്ട്. 2 ദിവസം മുൻപ് നമുക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കം ഉള്ള കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് MPമാരും നടത്തിയിട്ടുള്ള ഷോ. ആ ഷോയിൽ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറും ഉണ്ടായിരുന്നു. അവർ 3 മണിക്കൂർ ബഹളം വെച്ചിട്ട് കോൺഗ്രസ്സുകാർ മുങ്ങി. കാരണം അവർക്കറിയാം ഇതിന്റെ പുറകെ പോയി തൂങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഖദർ ഉടഞ്ഞു കഴിഞ്ഞാൽ ജയിലിലേക്ക് പോകേണ്ടി വരും. അതിനൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല. മറിച്ച് അവർ ആ 3 മണിക്കൂറത്തെ ഷോ ഓഫ് കഴിഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോയി. DYFIക്കാർ ഇങ്ങനെ വന്നു പോകുന്നു, SFIക്കാരിലെ റഹീം എന്തൊക്കെയോ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പാറ്റ പാർട്ടിയെ ഇപ്പോൾ കൃത്യമായി നയിക്കാനുള്ള ആരും ഇല്ല എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അഭിജിത് ദീപ് കെ എവിടേക്കാണ് ഓടി മറഞ്ഞത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി നടന്നിരിക്കുന്നു. അതെന്താണ്? ഈ ഒരു സമരത്തിന്റെ പിന്നിലെ ബാഹ്യശക്തികളെ കുറിച്ച് അന്വേഷിക്കാൻ, ഫണ്ടിങ്ങിനെ കുറിച്ചടക്കം അന്വേഷിക്കാൻ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുന്നു. അടിയന്തരമായി തന്നെ ഈ ഫണ്ടിങ്ങിനെ കുറിച്ചും ഈ സമരത്തിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ദേശവിരുദ്ധ ശക്തികളെ കുറിച്ചും അടിയന്തരമായി കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി വന്നിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് നടത്തിയ ഇന്ത്യ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു കൃത്യം പ്ലാനിങ് ആയിരുന്നു ഈ സമരം എന്ന് നമുക്കറിയാം. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അതായത് ഈ ഡൽഹിക്ക് പുറത്തേക്ക് ഈ സമരം വ്യാപിച്ചപ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അഭിജിത് ദീപ് കെയുടെ തലയിലേക്ക് വന്നു. രാജ്യത്ത് എവിടെ നടക്കുന്ന സമരത്തിന്റെ ഈ ഉത്തരവാദി താനാണെന്ന് വന്നതോടുകൂടി അയാൾ ഒരു പ്രസ്താവന ഇറക്കി. ഈ സമരം എന്ന് പറയുന്നത് ജന്തർ മന്ദറിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സമരം നടത്തുന്നത് രാജ്യവ്യാപകമല്ല, ഞങ്ങൾ സമരം നടത്തുന്നത് ജന്തർ മന്ദറിലാണ്. അതുകൊണ്ട് രാജ്യത്തിന് എവിടെ എന്തെല്ലാം സമരങ്ങൾ നടന്നാലും അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല, എനിക്കില്ല. മറിച്ച് CJP പാർട്ടിക്ക് ആകെ ഉത്തരവാദിത്തമുള്ളത് ജന്തർ മന്ദറിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും പോലീസ് നടപടി ഉണ്ടായാലോ, പോലീസിന് എതിരായി നടപടി ഉണ്ടായാലോ അതിനെതിരെയൊക്കെ കേസെടുത്തോളൂ, അതിന് പ്രശ്നമില്ല. അവിടെ ആകെ ചുറ്റും കൂടിയിരിക്കുന്നത്
100 പേരാണ്. അതിലെ പകുതിയിലധികം പേര് SFIക്കാരാണ്. അവർ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം അഭിജിത് ദീപ്കെ കിടന്നതുപോലെ കിടക്കേണ്ടി വരും. ആകെ 10-20 പേരേ ഉള്ളൂ അഭിജിത് ദീപ്കയുടെ പുറകിൽ. അപ്പോൾ അതുകൊണ്ട് അഭിജിത് ദീപ്കയ്ക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ SFIക്കാർ ഒരു വഴിക്ക് മാർച്ച് നടക്കുന്നു. ഇവിടെ SFIക്കാരും പോലീസുകാരും തമ്മിൽ എന്തെങ്കിലും അടിപിടി ഉണ്ടായാൽ അത് തലേ വരുന്നത് അഭിജിത് ദീപ്കയുടെ തലയിലാണ്. അതുകൊണ്ട് രാജ്യത്ത് ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടി വരുമ്പോൾ അതിനൊന്നും തന്നെ താൻ ഉത്തരവാദിയല്ല എന്ന് അദ്ദേഹം റിട്ടണായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വാക്കാൽ പറഞ്ഞിട്ടുണ്ട്, എഴുതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഭിജിത് ദീപ്കെ ജന്തർ മന്ദറിലുള്ള 100-100 പേരുടെ ഒരു സമരനായകനായി മാത്രം ചുരുങ്ങി. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തെ കാണാനുമില്ല. ദേശീയ സുരക്ഷാ നിയമം ഏത് സമയത്ത് വേണമെങ്കിലും ഡൽഹി പോലീസ് കമ്മീഷണർക്ക് അഭിജിത് ദീപ്കെ അടക്കമുള്ളവർക്കെതിരെ ചുമത്താം. മാത്രമല്ല, ഡൽഹി ഹൈക്കോടതിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും NIA അന്വേഷണം ഉത്തരവിടാം. പാകിസ്ഥാൻ, കാനഡ, ഖത്തർ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വലിയ തോതിൽ അഭിജിത് ദീപ്കയ്ക്ക് പണം വന്നിട്ടുണ്ട്. ഈ സമരത്തിന് പണം വന്നിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ ആസൂത്രണം പുറം രാജ്യത്ത് നിന്നാണ്. കാരണം എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ കൃത്യമായിട്ടുള്ള വൈദ്യ സഹായമുണ്ട്. മിനിറ്റിന് അനുസരിച്ച് ബിരിയാണി വരുന്നു, ബർഗർ വരുന്നു, കോള വരുന്നു, കുടിക്കാനുള്ള വെള്ളം വരുന്നു. ഇതിനൊക്കെ എവിടുന്നാണ് പണം? ഇതൊക്കെ ആരാണ് ആസൂത്രണം ചെയ്യുന്നത്? അഭിജിത് ദീപ്കെ അവിടെ കുത്തിയിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം വരുന്നു, വൈദ്യസഹായത്തിന് ഡോക്ടർമാർ, ഇങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, ഒരു കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഈ സമരത്തിന് പിന്നിലുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടായത് ഇന്ത്യക്കകത്ത് നിന്നല്ല, ഇന്ത്യക്ക് പുറത്തു നിന്നാണ് എന്നുള്ള കൃത്യമായ സൂചനയിലേക്ക് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും NIAയും എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അടിയന്തരമായി NIA ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി വന്നിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ അഭിജിത് ദീപ്കെ പിടിച്ചകത്തിടും. ചോദിക്കും, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഫണ്ട് വന്നത്? ആരാണ് ഈ സമരം ആസൂത്രണം ചെയ്തത്? ആരൊക്കെയായിട്ട് താങ്കൾ ബന്ധപ്പെട്ടു? നിരവധി പേരുടെ പേര് കേൾക്കുന്നുണ്ടല്ലോ. അവരുമായിട്ടുള്ള ബന്ധം എന്താണ്? ഖാലിസ്ഥാൻ തീവ്രവാദികളടക്കമുള്ളവർ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇന്നലെ അവിടെ മുസ്ലിം തീവ്രവാദികൾ മുദ്രാവാക്യം വിളിച്ചു രാത്രിയിൽ. അവരുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? ഇങ്ങനെ തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് അഭിജിത് ദീപ്കയ്ക്ക് മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് അയാൾ മുങ്ങിയിരിക്കുന്നത്. എവിടേക്കാണെന്ന് അറിയില്ല. അങ്ങനെ ഇപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് ഛിന്ന ഭിന്നമാക്കിയിരുന്നു. അഭിജിത് ദീപ്കയെ വിശ്വസിച്ച് അവിടെ ഒത്തുകൂടിയിരുന്ന മാറ്റാ പാർട്ടി എന്ന് പറയുന്ന ഏതാനും വിദ്യാർത്ഥികൾ അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്കെതിരെ ഏത് സമയത്ത് വേണമെങ്കിലും ദേശീയ സുരക്ഷാ നിയമം ചുമത്താം. അവരൊരു വർഷം വരെ അകത്ത് കിടക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെ മാതാപിതാക്കളുടെ അനുമതിയോട് കൂടിയിട്ടാണോ ഇവർ വന്നത്? ഇവരുടെ പഠിക്കുന്ന സ്ഥാപനം ഏതാണ്? പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങൾ മുൻ വിദ്യാർത്ഥികളാണ്, ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്, വിമാന കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ പലരും വിദ്യാർത്ഥികളല്ല. മാത്രമല്ല, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള ദരിദ്ര സങ്കേതങ്ങളിൽ നിന്നും അവിടുത്തെ ദാരിദ്ര്യ രേഖയിൽ താഴെ കഴിയുന്ന ദരിദ്രരായിട്ടുള്ള യുവാക്കളെ അടക്കമാണ് ഇവിടെ ഭക്ഷണമടക്കമുള്ള പ്രലോഭനങ്ങൾ നൽകി ആൾക്കൂട്ടം ഉണ്ടാക്കിയത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അത് ശരിയോ തെറ്റോ നമുക്കറിയില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അഭിജിത് ദീപ്കെ മുങ്ങിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയെ കലാപഭൂമിയാക്കി നേപ്പാളിനെ പോലെയോ ശ്രീലങ്കയെ പോലെയോ ബംഗ്ലാദേശിനെ പോലെയോ ഭരണത്തെ അട്ടിമറിക്കാൻ, നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരത്തെ തകർക്കാൻ ഈ പറയുന്ന പാറ്റകൾക്ക് കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാർ അടിവരയിട്ട് പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ദേശീയ സുരക്ഷാ നിയമം ചുമത്തിക്കോളൂ എന്നുള്ള ഉത്തരവ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.